ഇന്ത്യയിൽ ആദ്യമായി ക്യാൻസറിനുള്ള ആയുർവേദ ചികിത്സ പര്യവേഷണം ചെയ്യാൻ ഗോവ സർക്കാർ സ്വകാര്യ ആശുപത്രികളുമായി ചേർന്ന് ഗവേഷണം നടത്തും. ചികിത്സയ്ക്കുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമം ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ നൽകുമെന്ന് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ടൈംസ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞു. സംസ്ഥാനത്തെ നിരവധി റേഷൻ കടകൾ സാമ്പത്തികമായി ലാഭകരമല്ല എന്ന് കണ്ടെത്തി അടച്ചുപൂട്ടാൻ തീരുമാനിച്ചതോടെ ഗുണഭോക്താക്കൾക്ക് സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ഇത്തരം റേഷൻ കടകളെ അടുത്തുള്ള കടകളുമായി സംയോജിപ്പിക്കാൻ തുടങ്ങി. ഇതുവരെ 21 കടകൾ ലയിപ്പിച്ചു. ന്യായവില കടകളുടെ സാമ്പത്തിക ഭദ്രത മെച്ചപ്പെടുത്തുന്നതിനുള്ളതാണ് പുതിയ പദ്ധതി. കൂടാതെ IPL അരിയുടെ വില 12.50 രൂപയിൽ നിന്ന് 16.50 രൂപയായി ഉയർത്താനും പദ്ധതി നിർദ്ദേശിക്കുന്നു. അരിയുടെ മാർജിൻ കമ്മീഷൻ കിലോഗ്രാമിന് 2.80 രൂപയിൽ നിന്ന് 3.15 രൂപയാക്കി കൂട്ടി. ഗോവ സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒരു വിദ്യാർത്ഥിനിക്ക് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടാൻ സഹായിക്കുന്നതിനായി ചോദ്യപേപ്പർ മോഷ്ടിച്ചുവെന്ന ആരോപണം ഉയർന്നതിനെ തുടർന്ന് സർവകലാശാല ഭരണകൂടം അന്വേഷണം ആരംഭിച്ചതായി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ഹരിലാൽ മേനോൻ സ്ഥിരീകരിച്ചു. സാമൂഹിക പ്രവർത്തകൻ കാശിനാഥ് ഷെട്ടിയയുടെ നേതൃത്വത്തിൽ അഗസൈം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. 24 മണിക്കൂറിനുള്ളിൽ പോലീസ് നടപടിയെടുത്തില്ലെങ്കിൽ നോർത്ത് ഗോവ പോലീസ് സൂപ്രണ്ടിനെ സമീപിക്കുമെന്ന് കാശിനാഥ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നിട്ടും നടപടിയില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് പദ്ധതി. മപ്സ ഷിഗ്മോത്സവ് മണ്ഡൽ മാർച്ച് 23 വൈകുന്നേരം 4 മണിക്ക് മപ്സയിലെ അലങ്കാർ തിയേറ്ററിന് സമീപമുള്ള രാഷ്ട്രോളിയിൽ നിന്ന് ആരംഭിക്കാൻ തീരുമാനിച്ചു. ടൂറിസം വകുപ്പും മപ്സ ഷിഗ്മോത്സവ് മണ്ഡലും സംയുക്തമായാണ് ഷിഗ്മോ പരേഡ് സംഘടിപ്പിക്കുന്നത്. മാർച്ച് 19 മുതൽ 23 വരെ വൈകുന്നേരം 6 മുതൽ ടാക്സി സ്റ്റാൻഡിൽ വൈവിധ്യമാർന്ന പരിപാടികൾ സംഘാടകർ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. മഡ്ഗാവ് മുനിസിപ്പൽ കൗൺസിലിന്റെ ഐക്കണിക് ലൈബ്രറിയിലെ അവഗണന വീണ്ടും ഓഡിറ്റിന്റെ നിരീക്ഷണത്തിലാണ്. ലൈബ്രറിയിൽ മുഴുവൻ സമയ ലൈബ്രറിയന് പകരം ഒരു അസിസ്റ്റന്റ് ലൈബ്രറിയനും 2 ഗ്രൂപ്പ് D ജീവനക്കാരുമാണ് ലൈബ്രറി കൈകാര്യം ചെയ്യുന്നത്. 2021 അവസാന പരിശോധനയിൽ 133 പുസ്തകങ്ങൾ നഷ്ടപ്പെട്ടതായി കണ്ടെത്തി. ലൈബ്രറി സംരക്ഷിക്കുന്നതിനായി സുരക്ഷാ നടപടികൾ നടപ്പിലാക്കാൻ ഓഡിറ്റ് ശുപാർശ ചെയ്തിട്ടുണ്ട്. ഗോവയിലെ ഉപ്പുപാടങ്ങളിൽ ഉപ്പ് നിർമ്മാണം ആരംഭിച്ചു. മീറ്റ്കാർ എന്നാണ് ഗോവയിൽ ഉപ്പുണ്ടാക്കുന്ന ആളുകളെ വിളിക്കുന്നത്. നിലവിൽ ഗോവയിൽ വെറും 25 മുതൽ 35 ഉപ്പുപാടങ്ങൾ മാത്രമാണ് പ്രവർത്തിച്ചു വരുന്നത്. 1960കളിൽ 200-ൽ പരം ഉപ്പുപാടങ്ങൾ ഗോവയിലുണ്ടായിരുന്നു. അയഡൈസ്ഡ് ഉപ്പ് ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയതു മുതലാണ് കല്ലുപ്പിന്റെ ഉപയോഗം കുറഞ്ഞു തുടങ്ങിയത്. അതോടൊപ്പം തന്നെ ആ മേഖലയിൽ ജോലി ചെയ്തിരുന്ന ആളുകളുടെ പിൻതലമുറകൾ മറ്റ് തൊഴിലവസരങ്ങൾ തേടിപ്പോയത് ഉപ്പുപാടങ്ങളുടെ എണ്ണത്തിൽ കുറവ് വരാൻ കാരണമായിട്ടുണ്ട്. പോർച്ചുഗീസുകാരുടെ കാലത്ത് ഗോവൻ ഉപ്പ് യൂറോപ്പിലേക്കും കയറ്റി അയക്കപ്പെടുമായിരുന്നു. ശുഭദിനം നേർന്നുകൊണ്ട് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഗോവൻ വിശേഷം എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യുക.